പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മണക്കമാസത്തിൻ്റെ 10-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 10-ാം ദിവസം വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്ന് നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകളും നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നത് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കുരിശിൻ്റെയും അടുത്താണ്. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് പരിശുദ്ധ മറിയവും യോഹന്നാനുമാണ്. ആ കുരിശിൽ നിന്നാണ് ദൈവത്തിൻ്റെ സകല അനുഗ്രഹവും ഒഴുകുന്നത്. കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ വിചാരിക്കും കഷ്ടത നമുക്ക് ആവശ്യമില്ല. കഷ്ടതയെല്ലാം ഒരു അനുഗ്രഹമാണ്. കഷ്ടതയെല്ലാം ഒരു കൃപയുടെ നീർച്ചാലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ കൃപയുടെ നീർച്ചാല് നമ്മളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ കഷ്ടതകളും വേദനകളും രോഗങ്ങളുമെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങളും കഷ്ടതകളുമെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിധേയത്തോടുകൂടി ചെയ്ത ഔസേപ്പിതാവ് ഈ 10-ാം ദിവസം നമുക്കിരിക്കുമ്പോൾ വിധേയത്തോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്ന് എല്ലാം ഭംഗിയായി ചെയ്യാനുള്ള വൻകൃപ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള വൻകൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹവും സമാധാനവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.